തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരാഴ്ചയില്ല. അപ്പോഴേക്കും കോൺഗ്രസ്, അതായത് UDF, LDF, BJP എല്ലാവരും തന്നെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീടുകളിലേക്കൊക്കെ കയറുക. രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള നേതാക്കൾ സൃഷ്ടിച്ച പ്രതിസന്ധി UDFനെ വല്ലാതെ അലട്ടുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പത്മകുമാറിന് വീണ്ടും ജാമ്യം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ LDFനെയും വലിയ കുരുക്കിലാക്കുന്നുണ്ട്. BJP തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് കുറച്ച് പേര് ആത്മഹത്യ ചെയ്യുന്നു. RSSകാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് പാർട്ടിക്കുള്ളിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ മൂന്ന് മുന്നണികളും ഒരുപോലെ ബുദ്ധിമുട്ടിലായിക്കൊണ്ടാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത്. ജനങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജനങ്ങളുടെ മുന്നിൽ ചോയ്സ് ഇല്ലാതാവുന്നു. ഒരു പാർട്ടിയേക്കാൾ മെച്ചപ്പെട്ടതാണ് മറ്റൊരു പാർട്ടി എന്ന് വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു തെരഞ്ഞെടുപ്പിന് സാധ്യതയുണ്ടാകും. ഇത് തെരഞ്ഞെടുപ്പിനെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന മൂന്ന് പാർട്ടികളും മൂന്ന് തരത്തിൽ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് ജനങ്ങളുടെ ചോയ്സ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം. പിന്നെ പൊതുവെ ഇതാണ് രാഷ്ട്രീയ കാലാവസ്ഥയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇതല്ല എന്നുള്ളതാണ്. ഓരോരോ പ്രദേശത്ത് പ്രാദേശികമായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ് പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം. വ്യക്തിപരവും രാഷ്ട്രീയമില്ലായും പല സ്ഥലങ്ങളിലൊക്കെ ഈ പേയ്മെൻറ്റ് സീറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ പതുക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയും പല സ്ഥലങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ എറണാകുളത്തൊക്കെ അങ്ങനത്തെ വാർത്തകളാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. അവർ എന്താ വെച്ചാൽ കൗൺസിലിൽ ഒക്കെ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കാശ് കൊടുത്ത് ഓരോ സ്ഥാനാർത്ഥിനെ നിർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. പെയ്ഡ് സീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അതായിരുന്നു. അവർ സീറ്റ് വിറ്റു എന്നുള്ളതായിരുന്നു. അതൊക്കെ കേരളത്തിലേക്കും വരാൻ പോകുന്നു. കേരളത്തിലേക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നത് മറ്റിടങ്ങളിൽ നമ്മൾ നേരത്തെ വിമർശിച്ചിരുന്ന മോശമെന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലേക്ക് പതുക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് മുന്നണികൾ മൂന്ന് തരം വിഷയങ്ങളെ അസ്വസ്ഥരാണ്. ഇപ്പോൾ നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് കോൺഗ്രസിനെ വല്ലാത്ത തരത്തിൽ അലോസരപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്. CPMനാകട്ടെ ശബരിമല കൊള്ള അവരെ വളരെ പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാക്കിയ കാര്യമാണ്. BJPക്ക് പ്രതിസന്ധി കൊണ്ടുവന്ന് ഒന്ന് ഒരു RSSൻ്റെ പ്രവർത്തനം തന്നെ ശാഖയിൽ പീഡനം ഏറ്റുവാങ്ങുമെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു. പിന്നീട് ഒരു നിലവിലുള്ള കൗൺസിലർ അദ്ദേഹത്തെ മറ്റുള്ളവരെല്ലാവരും കൂടി കണക്കണിയിലാക്കി എന്നും പണമെടുത്തിട്ട് തിരിച്ചടച്ചില്ല എന്നും പറഞ്ഞ് ആത്മഹത്യ, സീറ്റ് നൽകിയില്ല എന്നും പറഞ്ഞ് ആത്മഹത്യ. ഇതൊക്കെ എന്ത് തരം പുതിയ വാർത്തകളാണ് രാഷ്ട്രീയം നമുക്ക് നിർമ്മിച്ചു തരുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. എങ്ങനെ ആളുകൾ ഇതിനെ എങ്ങനെയാണ് ഇതിനെ ആൾക്കൂട്ടം സ്വീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സമ്മതിദായകർ എന്ത് ചെയ്യും? അതാണ് വാസ്തവമാണ്. ബിറ്റ്വീൻ സില്ല ആൻഡ് ക്യാരിബ്ഡസ് എന്ന് പറഞ്ഞ പ്രസിദ്ധമായൊരു ചൊല്ലുണ്ട്, കടലിനും ചെകുത്താനും ഇടയിൽ അപ്പെട്ടിരിക്കുകയാണ് ജനങ്ങൾ വാസ്തവത്തിൽ. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണഗതിയിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള ഒരു ന്യായത്തിൽ സ്വീകരിക്കാനും പഴുതില്ല. പക്ഷേ എനിക്ക് അതൊരു മോശമായിട്ടല്ല തോന്നുന്നത്. വലിയൊരു സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ തുറന്നത്. അതെന്താണെന്നറിയോ? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കക്ഷികൾ വേണ്ട, രാഷ്ട്രീയം വേണ്ട, കക്ഷി രാഷ്ട്രീയം വേണ്ട. രാഷ്ട്രീയം ഉണ്ടാവും, അത് വികസനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ്, പ്രാദേശികമായ വികസനത്തിൻ്റെ. ഇത് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഒരു അഭിപ്രായമല്ല. ഡോക്ടർ PP ബാലൻ, ഈ ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് കിട്ടിയത് തദ്ദേശ സ്വയംഭരണ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലുള്ള ഡോക്ടറേറ്റാണ് കിട്ടിയത്. അദ്ദേഹം കിലയുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തൃശ്ശൂരുള്ളത്, അതിൻ്റെ ഡയറക്ടറായിരുന്നു ഏറെക്കാലം. അദ്ദേഹം ഒരു നല്ല മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും പാടില്ല, വികസനം മാത്രമായിരിക്കണം ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമസഭ എന്ന് പറയുന്നത് ഒരു വില്ലേജ് അസംബ്ലി അല്ല, അത് വില്ലേജ് പാർലമെൻറ്റാണ്, പരമാധികാരമുള്ള ഒരു സഭയാണ്. അങ്ങനെ തന്നെ അത് പ്രവർത്തിക്കണം. ഫണ്ടുകൾ അതിന് ഡീസെൻട്രലൈസ് കൊടുക്കണം. അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ പഞ്ചായത്തി രാജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തി രാജ് ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കും അത് വിഷ്വൽ തിങ്കിങ് മാത്രമാണെന്ന് അറിയാമെങ്കിലും ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഈ അതിപ്രസരമില്ലാത്ത ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലേക്ക് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ കക്ഷികൾക്ക് അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ. പക്ഷെ പലപ്പോഴും ഇത് നിയമസഭയ്ക്ക് മുമ്പുള്ള ഒരു സെമി ഫൈനലായിട്ടും ഒരു റിഹേഴ്സലായിട്ടും ഒക്കെയാണ് പലരും കാണുന്നത്. അപ്പോൾ അതിനെ പാടെ ഉപേക്ഷിക്കുന്ന പുതിയൊരു സംവിധാനം, രാഷ്ട്രീയ രഹിതമായ തെരഞ്ഞെടുപ്പ്, അത്
പ്രായോഗികമാണോ? അതിപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു തന്ത്രമുണ്ട്. കാരണം അവരെപ്പോഴും ജനപ്രീതിയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കും. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യും. ചിലപ്പോൾ അത് അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ പൊതുസമ്മതരായിട്ടുള്ള സ്ത്രീകളും ചെറുപ്പക്കാരെയും ഒക്കെ രംഗത്തിറക്കിയിട്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവർ നടത്തും. അങ്ങനെയാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ മുൻതൂക്കം കിട്ടുന്നത്. UDF പരമ്പരാഗതമായ രീതിയിൽ തമ്മിൽ തർക്കവും അടിയും ബഹളവും ഒക്കെ ആയിട്ട് പോകും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കൂടെ വന്നതോടുകൂടി ആ പ്രശ്നം വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുക. ഇനി BJPയുടെ കാര്യം എടുത്താൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJP ഇത്രയും സ്ഥാനാർത്ഥികളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇറക്കുന്നത്. 19,000-ഓളം സ്ഥാനാർത്ഥികളുണ്ടെന്നാണ് കണക്ക്. അത്രയും സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടും പല ഭാഗങ്ങളിൽ ഇപ്പോഴും BJPക്ക് ക്യാൻഡിഡേറ്റ് ഇല്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. അതിന് കാരണമുണ്ട്, LDFും UDFും രണ്ട് മുന്നണികളായിട്ട് മത്സരിക്കുമ്പോൾ BJP ഒരു ഒറ്റ പാർട്ടി എന്ന നിലയിലാണ്. അതിനകത്ത് വേറെ ആർക്കും ഒരു സീറ്റ് ഷെയർ ചെയ്യണ്ട. പക്ഷേ BJP അവരുടെ വികസനമൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ഒരു അവകാശവാദവുമായി ജനങ്ങളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇടതുമുന്നണിക്കും അതുപോലെ തന്നെ UDFനും ഒരുപോലെ ഭീഷണിയാകുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ, അതോ തന്ത്രപരമായിട്ട് എല്ലാ കാലവും പയറ്റുന്ന നീക്കങ്ങൾ ഇത് CPM മുന്നോട്ട് വെച്ചാൽ, അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നോട്ട് വെച്ചാൽ ഈ രണ്ട് പാർട്ടികൾക്കും, ഇപ്പോൾ കോൺഗ്രസിനായിക്കോട്ടെ അല്ലെങ്കിൽ BJPക്ക് ആയിക്കോട്ടെ, എതിർക്കാനും പറ്റില്ല. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? അല്ലെ, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു 2006 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുപക്ഷത്തിന് ഒരു ആധിപത്യമുണ്ട്. ആ ആധിപത്യത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സിനേജി പറഞ്ഞ പോലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക, അധ്യാപകർ, അതേപോലെ തന്നെ പൊതുരംഗത്ത് പൊതുസമ്മതരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടെത്തി സ്ഥാനാർത്ഥിയാക്കുന്നു, അവർ മത്സരിക്കുന്നു, ജയിക്കുന്നു. അങ്ങനെ ഇടതുപക്ഷം അതിനകത്തൊരു ആധിപത്യം തുടരുകയാണ് ചെയ്യുന്നത്. അതൊരു മാതൃകയായിട്ട് എടുത്താൽ കോൺഗ്രസിനും BJPക്കും ഒക്കെ അങ്ങനത്തെയുള്ള സ്ഥാനാർത്ഥികൾ നിർത്താം. BJP ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കൊന്ന് തൃശ്ശൂരൊക്കെ തന്നെ മത്സരിപ്പിക്കുന്ന പല സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാസമ്പന്നരും അതേപോലെ തന്നെ സമ്പന്നരും പലതരത്തിലും സമൂഹത്തിൽ സ്വാധീനമുള്ളവരും എന്ന് കണക്കാക്കപ്പെടുന്ന വ്യക്തികളൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ കുറേ കഴിയുമ്പോൾ ഇത് നമ്മുടെ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് പോലെ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം തിരഞ്ഞെടുപ്പുകൾ വേണമെങ്കിൽ മാറാം, കോൺഗ്രസിൻ്റെ ഒക്കെ മാറാം. പൊതുവെ ആ പാർട്ടി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത 3 പാർട്ടികളും അവരുടെ രാഷ്ട്രീയം, അതിൻ്റെ പ്രത്യയശാസ്ത്ര സ്വഭാവം, ആദർശം എന്നുള്ളത് ഏതാണ്ട് ജീർണിച്ച് നശിച്ചു പോകുന്ന സമയത്ത് പോലും അവർക്കൊക്കെ തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് കഴിയുന്നത് ഈ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിലേക്ക് രാഷ്ട്രീയത്തെ പതുക്കെ ചാലനം ചെയ്യിക്കാൻ കഴിയുന്നതിൻ്റെ ഫലമായിട്ടാണ്. വ്യക്തി കേന്ദ്രീകൃതമാക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും പുഷപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും അവരെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന രീതി. എന്നിട്ട് അതിന് ശേഷം അത് പതുക്കെ അവരുടെ രാഷ്ട്രീയ കുടയുടെ കീഴിൽ എന്നുവെച്ചാൽ പൊളിറ്റിക്കൽ അംബ്രല്ല, അതിൻ്റെ താഴേക്ക് ഈ ആളുകളൊക്കെ എടുത്ത് പറക്കി വെക്കുക, എന്നിട്ട് രാഷ്ട്രീയ വിജയമായിട്ട് അതിനെ ആഘോഷിക്കുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, BJP വളരെയധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന സമയത്ത് കണക്കെടുക്കുമ്പോൾ BJPയുടെ വോട്ട് പേഴ്സൻ്റ് വളരെ കൂടുതലായിരിക്കും. വോട്ട് പേഴ്സൻ്റ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗം എന്ന് പറയുന്നത് കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റ് പാർട്ടികൾക്ക് പക്ഷേ സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ കാര്യത്തിൽ പിന്നീട് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിയില്ല. ആ അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടാവുള്ളൂ. കാരണം അവർക്ക് പലയിടങ്ങളിലും നേരത്തെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നില്ല. ഈ കൊല്ലവും കുറേ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ല, എങ്കിലും വളരെയധികം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് കൂടുതൽ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് ക്യാരക്ടർ എന്നുവെച്ചാൽ മത്സരക്ഷമത, വിജയസാധ്യത അത് BJPക്ക് കുറവാണെന്നുള്ളതിൻ്റെ പേരിലാണ് അതിൻ്റെ കൂടെ ആളുകൾ ഓടിക്കയറി നിൽക്കാത്തത്. കുറേ കഴിയുമ്പോൾ അത് മാറും. ഇപ്പോൾ ഈ ത്രികോണ മത്സരം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായി അറിയില്ല. 3 ശക്തികൾ എന്നുള്ളത് വന്ന് ആര് ജയിക്കും എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആ രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ശരി, സിനിജിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ജനങ്ങൾക്ക് നൽകാവുന്നതേ ഉള്ളൂ. കാരണം ഏത് പാർട്ടിയുടെ സിമ്പലാണെന്നുള്ളത് നോക്കാതെ ആ ആളിൻ്റെ സ്വഭാവശുദ്ധി, അതുപോലെ തന്നെ കഴിവ്, പഞ്ചായത്ത് അല്ലെങ്കിൽ വാർഡ് വികസിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഈ കാര്യങ്ങളെയൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് ജനങ്ങളാണല്ലോ ഇതിൻ്റെ ഏറ്റവും അവസാനം തീരുമാനിക്കുന്ന ആൾക്കാർ. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇയാൾ കൊള്ളാം, ഇയാളുടെ സൽസ്വഭാവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വഭാവം വളരെ പ്രധാനമാണ് ഈ കോണ്ടാക്റ്റിൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ. അങ്ങനെ ഒരു തീരുമാനം ജനങ്ങൾ തന്നെ എടുക്കുക എന്നുള്ളതല്ല പരിഹാരമില്ല. രാഷ്ട്രീയക്കാർ ഇതിനകത്ത് രാഷ്ട്രീയം കയറ്റുന്നതിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 2 ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന തിരുവനന്തപുരത്ത് എൻ്റെ വാർഡിൽ എൻ്റെ കൗൺസിലറായിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്ന വെറും ഒരു പാവമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവൻ്റെ സ്വഭാവശുദ്ധി കൊണ്ടാണ് ഞങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതുപോലെ തൊട്ടടുത്ത് ഒരു സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി ജോലി ചെയ്ത് നടക്കുന്ന ഒരു സ്ത്രീ. അവരെ ജയിപ്പിച്ചു ജനങ്ങൾ, ആ നാട്ടിലെ സമ്പന്നരായ ജനങ്ങളെല്ലാം കൂടി. അങ്ങനെയുള്ള നല്ല മാതൃകകൾ സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, പാർട്ടികൾക്ക് അതീതമായിട്ട് ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7% മറ്റായിരുന്നു BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. ഇത്തവണ അതൊരു 12-14% ഉയർത്താൻ കഴിഞ്ഞാൽ BJP കേരളത്തിൽ ഒരു സാന്നിധ്യമാണെന്ന് അറിയിക്കാൻ സാധിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ ആധിപത്യം നിലനിർത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം LDF പുറപ്പെടുവിക്കുന്നുണ്ട്. UDF അതിനെ അതിജീവിക്കും, കാരണം ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കുന്നു. എന്തായാലും കഷ്ടിച്ച് ഒരാഴ്ചയില്ല ഈ റിസൾട്ടൊക്കെ വരാനായിട്ട് നമുക്ക് കാത്തിരിക്കാം.